ഹലോ ഗൈസ്, ഇന്നലെ എൻ്റെ സയൻറ്റിസ്റ്റ് ഞാൻ സാധനം മേടിക്കാൻ പോയപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് എന്നെ ഒരു സിറം കുത്തി വെച്ചപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെയായി മാറി. ഇപ്പം ഷിൻചാൻ കാണുമ്പോൾ എന്താണാവോ എൻ്റെ അവസ്ഥ, ദൈവത്തിനറിയാം. രക്ഷിക്കണേ. അയ്യോ, ഇതാണ് ആരാണ്? ഫ്രാങ്ക്ലിൻ ബായ്. ഒരാൾ വന്നേക്കണു. എന്നെ രക്ഷിക്കണേ. എടാ ഷിൻചാനെ, എന്നൊന്ന് വിശ്വസിക്കടാ ഷിൻചാനെ. നീ പറയണേ എന്ത് വേണേലും ചെയ്യാടാ. ഞാൻ നിന്റെ ഫ്രാങ്ക്ലിൻ ബായാടാ, സയൻറ്റിസ്റ്റ് കാരനാടാ. ഞാനിങ്ങനെ ഒന്ന് വിശ്വസിക്കടാ ഷിൻചാൻ. ഇത് ശരിക്കുള്ള ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിൽ എനിക്കൊരു ലംബോർഗിനി പോയി അടിച്ചു മാറ്റിക്കൊണ്ടോ. നോക്കട്ടെ ശരിക്കുള്ള ഫ്രാങ്ക്ലിൻ ബായ് ആണോ ഇല്ലേ. ലംബോർഗിനിയാ? ആ ശരി ഷിൻചാനെ, ഞാൻ ലംബോർഗിനി പോയി അടിച്ചോണ്ട് വരാം. ഇപ്പം ഷിൻചാനെ വിശ്വസിച്ചിട്ട് ഞാൻ ലംബോർഗിനി അടിച്ചോണ്ട് വന്നല്ലോ. ഓവർ പവർ ആയാലും മറന്നും പോയി. ആ കാറും പോയി തെല്ലി പിടിച്ച്. എനിക്ക് ഓർമ്മ വന്നു. ഇന്ന് നമ്മുടെ അടുത്ത് വന്ന സ്പ്ലെൻഡർ ഇല്ലേ, അതെടുത്തിട്ട് പോവാം. പെട്ടെന്ന് സ്പ്ലെൻഡർ എടുത്തിട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് എനിക്ക് ബാലൻസ് കിട്ടാനുള്ള ഹൾക്കായാണോ. അയ്യോ പോയി തിരിച്ച്, കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കുക ഈ ബാലൻസ്. എന്തായാലും ഇന്ന് മാത്രമല്ലേ ഹൾക്കാണ്ട് കാര്യമുള്ളൂ, നാളത്തേക്ക് ഞാൻ റെഡി ആക്കണം. എനിക്കൊരു ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥലം അറിയാം. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും അത്യാവശ്യം ദൂരം ഉണ്ടാകും ഗൈസ്. പെട്ടെന്ന് പോവാം. ബൈക്കായാലും കാറിനേക്കാൾ അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. നമ്മുടെ വീടിൽ നിന്ന് കുറേ ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. എന്നാൽ നമ്മൾ ബീച്ച് സൈഡ് പോയില്ലേ, ആ വഴിയൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. നമുക്ക് പെട്ടെന്ന് പോകാൻ. ഇനി ആ സയൻറ്റിസ്റ്റുകാരൻ്റെ അടുത്ത് ഞാൻ എന്തായാലും റിവെഞ്ച് എടുത്തിരിക്കും. ഈ ഫോമിലില്ല, എന്നെ നോർമലായിട്ട്. എന്നിട്ട് അയാളുടെ മേത്ത് ഞാൻ ഹൾക്കിൻ്റെ സിറം കുത്തി വെക്കും. അപ്പം മനസ്സിലാകും അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അയാൾക്ക്. പെട്ടെന്ന് അങ്ങോട്ട് പോവാം അയാളുടെ അടുത്തേക്ക്. ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് എന്തായാലും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഈ ഫോമിൽ ഫൈറ്റ് ചെയ്യാനും കുഴപ്പമില്ലല്ലോ, ഒറ്റയടിക്ക് എല്ലാവരും തെറിച്ച് പോക്കണം. കാരണം നമ്മളിപ്പോൾ ഹൾക്കായിരിക്കുമല്ലേ. ഏകദേശമൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ട്, പക്ഷേ ഇനി ഇച്ചിരി കൂടി ദൂരമുണ്ട്. ആ കാണാനാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്. അങ്ങോട്ട് നമ്മളിപ്പോൾ വളച്ച് കയറ്റണം. പക്ഷേ ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കണ്ടിട്ടുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. അതേ കാണണം അതിൻ്റെ ഓപ്പണിങ്. നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം പെട്ടെന്ന്. ബൈക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണിയാണ് ആൾക്കാരണം. അതാണ് നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് കയറ്റിയത്. നമുക്ക് പെട്ടെന്ന് പോയി ആ കാർ ഇവിടെ നിന്ന് എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. ഇവിടെ നിന്നൊരു ഓപ്പണിങ് ഉണ്ടോ? ഇത് ഞാൻ വന്നപ്പോൾ കണ്ടില്ലല്ലോ. അയ്യോ, അപ്പം മാറിപ്പോയി കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ ഈ മതിലിൻ്റെ ഭാഗത്തേക്കാണ് കാണേണ്ടത്. അറിയാതെ നേരെ ചെന്ന് ഇങ്ങോട്ട് കയറിപ്പോയി. നമുക്ക് തിരിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വിടാം. പക്ഷേ അതേ ഈ തൊട്ടപ്പുറത്ത് ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്, പക്ഷേ ഞാൻ അറിയാതെ നേരെ ചെന്ന് കയറിപ്പോയി. ലംബോർഗിനി ഇവിടെ എവിടെയെങ്ങാനും ഉണ്ടായിരുന്നു മതിയായിരുന്നു. പക്ഷേ അപ്പോൾ ഗൈസ് നമ്മുടെ ലംബോർഗിനി ഇവിടെ കിട്ടിയിട്ടാണ്. അത് പെട്ടെന്ന് കേട്ട് ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ വിശ്വസിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എന്നെ അടിച്ച് പുറത്താക്കും. അവന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനില്ലെങ്കിൽ അവൻ സ്കൂളിലും പോവില്ലല്ലോ. അവന് സുഖിച്ചിരിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് വിടാം. ലംബോർഗിനി പൊട്ടി പറന്നു പോയേ. ഷിൻചാൻ വിശ്വസിക്കുകയോ എന്തോ. കുഴപ്പമില്ല, ഷിൻചാൻ അറിയാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന്. അപ്പം അവൻ എന്തായാലും വിശ്വസിച്ചോളും. വലിയ ഡാമേജൊന്നും ഇല്ല, ജസ്റ്റ് വർക്ക്ഷോപ്പിൽ ചെയ്ത് ഒരു 5000 രൂപയൊക്കെ ആവുള്ളൂ. ഞാൻ ഇന്ന് പണിക്ക് പോകണല്ലോ, അപ്പോൾ ഇന്നത്തെ കാശ് കിട്ടൂല ഗൈസ്. എന്തായാലും ഹൾക്കായിരിക്കണ പണിക്ക് പോയവരേക്ക് നീ ഏതാണെന്നൊക്കെ പിന്നെ അവർ എന്നെ അവോയ്ഡ് ചെയ്യും. അത് കാരണം നമ്മളിന്ന് പണിക്കൊന്നും പോകണില്ല ഗൈസ്. പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. മിക്കവാറും ഇനി ഒരു ഇടിക്കും കൂടി സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാൻ ഇടിച്ച് വീണ്ടും പറന്നു പോകും. ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, കാരണം എൻ്റെ തലയൊക്കെ പുറത്തേക്ക് വന്നു. ഹൾക്കായ കാരണം മര്യാദക്ക് കാണാൻ പറ്റണം. അതാണ് ഞാൻ ഇങ്ങനെ ഓടിക്കണം. ഞാൻ സാധാരണ ഫോമിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നമ്മൾ പറത്തിയിടും. പെട്ടെന്ന് പോകാൻ പറ്റും. ഞാൻ എന്തേ പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ഒരു ലംബോർഗിനി എടുത്തോണ്ട് പോകാൻ. ഞാൻ അടിച്ചു മാറ്റിയ സാധനം ഇനി വേറെ ആരെയും വന്ന് അടിച്ചു മാറ്റുക എന്താണെന്നറിയില്ല. ഷിൻചാനൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിശ്വസിച്ചോളാം. പക്ഷെ എൻ്റെ മുഖച്ചായം മാറിപ്പോയി. ഞാൻ ആ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നലെ അടുത്ത് ഷോർട്ട് കട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ വഴി പെട്ടെന്ന് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് ഇന്നലെ വീഡിയോ ഉണ്ടായിരിക്കും മനസ്സിലാവുന്നത്. ഇതാണ് ആ ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ട് അറിഞ്ഞില്ലായിരുന്നു ഞാനിപ്പോൾ
കറങ്ങി ചുറ്റിയെങ്ങാനും വീട്ടിലേക്ക് പോകേണ്ട വന്നേനെ. പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. ഇനി ഒരു ഇടി കിട്ടിയാൽ ഈ ലംബോർഗിനി തവിട് പൊട്ടിയാവും. ചോയ്യോ ഇടിക്കില്ല ഇടിക്കില്ല ഇടിക്കില്ല. ആ നമുക്ക് ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് കയറ്റി വെച്ചേക്കാം. ഷിൻചാനെ വിശ്വസിക്കണ്ടേ. അപ്പം ഇന്നലത്തെ മണ്ടത്തനം കാണിക്കരുതല്ലോ. ഇവിടെ തന്നെ കയറ്റിയേക്കാം. അപ്പം ഷിൻചാൻ കണ്ട് വിശ്വസിച്ചോളൂ. എനിക്കിപ്പോൾ മനസ്സിലായി ഫ്രാങ്ക്ലിൻ ബായ് തന്നെയാണെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണേ ഫ്രാങ്ക്ലിൻ ബായ്. അപ്പം ഷിൻചാൻ എന്നെ കണ്ട് വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായി. ഇനി ആൾക്ക് ഫോമേ അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാം. പിള്ളേരൊക്കെ തൂങ്ങി കളിക്കുമോ എന്തോ ദൈവത്തിനറിയാം.